ഹായ്, റിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു തനി നാടൻ മട്ടൻ കറി വേണം. മട്ടൻ കറി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കിലോ മട്ടൻ പൊടി, മസാലപ്പൊടികളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പൊടികൾ, പിന്നെ തക്കാളി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി നൈസിൽ അരിഞ്ഞത്, നീളത്തിൽ കീറി വെച്ചേക്കണ ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നെയായിട്ട് മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. പിന്നെ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ, 1.5 സ്പൂണാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണാണ്. കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ വയ്ക്കാം. പിന്നെ ഗരം മസാല പൊടി അതൊരു അര ഇടാം. ഇത്രയും പൊടിയിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. മട്ടക്കറി നമുക്ക് അടുപ്പിൽ വെക്കാം, സ്റ്റവ് ഓണാക്കാം. വെന്ത് വരുമ്പോഴത്തേനും ബാക്കി പരിപാടി ശരിയാക്കാം. മട്ടനൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളി വാഴട്ടെ. അത് വെന്ത് റെഡിയായി വരുമ്പോഴത്തേനും ഇവിടെ ഉള്ളി വാഴട്ടെടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ അങ്ങ് തട്ടി കൊടുക്കാം. ഈ തക്കാളി ഉണ്ട്, ഇതൊന്ന് വഴഞ്ഞു വരുമ്പോൾ തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ അതിൽ ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഉള്ളിക്കുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, ഉള്ളിലേക്കുള്ള. പിന്നെ നമുക്ക് കുറച്ച് കീറി വെച്ച പച്ചമുളക് ചേർക്കാം. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. അത് തക്കാളി കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഉള്ളി എല്ലാം കൂടെ വഴറ്റി റെഡിയായി വന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം, മസാലകൾ ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ആദ്യം മറ്റേലിട്ടാണ്ട് നമുക്ക് കുറച്ചിട്ടാൽ മതി. മല്ലിപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി കാശ്മീരി 1 സ്പൂൺ, പിന്നെ ഗരം മസാല പൊടി 1 സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു നല്ലൊരു സ്പൂൺ ഇടാം. മീറ്റ് മസാല ഒരു കുറച്ച് ഒരു 1.5 സ്പൂണൊക്കെ ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് അരിക്ക് കൊട്ടാം. മസാലയും കൂടെ മൂത്ത് റെഡി ആയി വന്നിട്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മട്ടൻ്റെ ചാറ് വെക്കണം 2 കൈ. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതാണ് ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ നമുക്ക് മട്ടണിലേക്ക് ഇതാണ് കൊട്ടാറ്. ഇവിടെ മസാലയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് മട്ടണിലേക്ക് തട്ടിവിടാം. ഗ്രേവി മിക്സ് ചെയ്യാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അരിവാ അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മട്ടൻ കറി ഇവിടെ തനി നാടൻ മട്ടൻ കറി ഇവിടെ റെഡിയാക്കി. ചാറ് കോരി കപ്പയുടെ മുകളിലേക്ക്. എന്നിട്ട് അങ്ങനെ കപ്പയുടെ മുകളിലേക്ക് ഇങ്ങനെ നാടൻ മട്ടൻ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് കഷ്ണത് അതുപോലെ നമുക്ക് നോക്കാം. കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രീയാ കഴിക്കുമോ? ചാറൊക്കെ ഒഴിച്ചിട്ട് മട്ടൻ്റെ എങ്ങനെയുണ്ട്? മട്ടൻ കറി കപ്പയും ഒരു സാധനം. അപ്പം നമ്മുടെ മട്ടൻ കറിയും കപ്പയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.